ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിരിക്കുന്ന ഗംഗാധരൻ ശശിയാണ്. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഇപ്പോൾ UK-യിലായിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വളരെ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട്, അതുമൂലം തനിക്ക് അവിടെ PR അടിച്ച് ലഭിക്കേണ്ടതിനായിട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിസ തനിക്ക് ലഭിക്കേണ്ടതിനായിട്ടും അതേപോലെ തന്നെ തൻ്റെ മകൻ്റെ കാനഡയ്ക്ക് പോകാനുള്ള വഴി ദൈവം തുറന്നു കൊടുക്കേണ്ടതിനായിട്ടും ഇവരുടെ അതേപോലെ ഗംഗാധരൻ ശശിധരൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ നിലയിലും കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കേണ്ടതിനായിട്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് പൂർണ്ണ സമാധാനവും സന്തോഷവും ദൈവം വെളിപ്പെടുത്തേണ്ടതിനായിട്ട് എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയരെ, ഇന്ന് വിസയ്ക്ക് വേണ്ടിയോ മറ്റ് മൈഗ്രേഷന് വേണ്ടിയൊക്കെ ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കോ കാനഡയ്ക്കോ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോകുക. മുഖപക്ഷമില്ലാതെ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം ഒരു വലിയ വഴി നിങ്ങളുടെ മുമ്പിൽ ഓപ്പണാക്കാൻ പോകുക. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഗംഗാധരൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ലഭിച്ചതിനായിട്ടും അവിടുത്തെ വിസ തനിക്ക് ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ അത്ഭുതമായ ഒരു മാർഗം സ്വർഗ്ഗത്തിലെ ദൈവം ഇവർക്ക് വേണ്ടി തുറന്നു കഴിഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, തൻ്റെ മകന് വേണ്ടി കാനഡയിൽ ഒരു അത്ഭുത വഴി ദൈവം തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ഇവർ കരം നീട്ടിയതുകൊണ്ട് ഈ മിനിറ്റിൽ ഇവർ അനുഗ്രഹിക്കപ്പെടണം. ഇവരുടെ ജീവിതത്തിൽ നിൽക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും മാറണം. കർത്താവ് വലിയ അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊടുക്കുന്നതുമായ ദൈവത്തിൻ്റെ തിരുവചനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിൽ പ്രിയരെ, ഈ പ്രാരംഭത്തിലൊന്ന് പറഞ്ഞോട്ടെ, 6.5 വർഷമായി ഞാൻ ഈ മീഡിയ മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ആദ്യത്തെ ഒരു വർഷം വളരെയധികം പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഒറ്റ എപ്പിസോഡുമായി പവർഷനിൽ കടന്നു വന്നതാണ്. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ 8ഓളം TV ചാനലിലേക്ക് മാറിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഭയങ്കര ഫേവറിനകത്ത് ഓപ്പണായി കഴിഞ്ഞു. ഇത് ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹമായി, അനേകർക്ക് വിടുതലായി തീർന്നു. ഹല്ലേലൂയ, അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് അനേകർക്കൊരു വിടുതലായി തീർന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് ദൈവം നടത്തിയല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പ്രിയരെ, ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി, ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ ഹല്ലേലൂയ ഒരു പ്രാഗൽഭ്യത്തോടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ എപ്പിസോഡുകൾ നടക്കുമ്പോഴും പലവരും ഇത് കണ്ട് സൗഖ്യമായി, പലവരുടെയും പേര് വെളിപ്പെട്ടു, പലവർക്കും വിടുതലായി, പലവരെയും വഴി തുറന്നു. എങ്കിൽ ഇന്ന് ആദ്യമായി ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയുക, ഞാനൊരു മതത്തിൻ്റെ വ്യക്താവായിട്ടല്ല നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദൈവത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ഞാൻ മറ്റ് മതങ്ങളെ കുറ്റം പറയുകയോ താഴ്ത്തി കെട്ടിയോ ഒന്നുമല്ല. എല്ലാ മതങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം മനുഷ്യനാണ് മതങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ സത്യവേദ പുസ്തകത്തിൽ നിന്ന് പാപികളെ രക്ഷിക്കാൻ വന്ന ഹല്ലേലൂയ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഞാനൊരു ടാക്സി ഡ്രൈവറുമായി സിംഗപ്പൂരിൽ വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളെപ്പോലെ ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു വ്യക്തി വേറെയില്ല. ഞങ്ങളുടെ മാർഗം അതാണ്. ഇറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾ. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, ഹല്ലേലൂയ അവൻ്റെ ദൈവം ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അതേപോലെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്നൊന്നും വേണ്ടിയില്ല. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ക്രിസ്ത്യാനികൾ നിങ്ങൾ നോക്കിയാൽ പലരും കുറവുള്ളവരായിരിക്കാം, പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, ഇസ്രായേലിൽ ഒരേ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, ഹീ ഈസ് നോട്ട് ഹിയർ, അവൻ ഉയർത്തെണീറ്റിരിക്കുന്നു. മരണത്തെ ജയിച്ച, മരണത്തിൽ നിന്ന് ഉയർത്തെണീറ്റ ഒരുപക്ഷെ ഒത്തിരി വിശുദ്ധന്മാർ കാണാം, ഒത്തിരി ഹല്ലേലൂയ അറിയപ്പെടുന്നവർ കാണാം. പക്ഷേ അവർക്കെല്ലാം വീണ്ടും ഒരു കല്ലറ വേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഞാൻ വിളിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, ഹല്ലേലൂയ ഒരിക്കലായി മരണത്തെ ജയിച്ചു, മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണമേ നിൻ്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്, ഹല്ലേലൂയ പാതാളത്തെ മുഴുവൻ ജയിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ഉയർത്തെണീറ്റ് 3-ാം നാൾ ഇന്ന് മരണമില്ലാത്തവനായി നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഹീസ് ആൽഫ ആൻഡ് ഒമേഗ. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, അവൻ തുടക്കത്തിൽ തന്നെ ഒടുക്കം കണ്ടവൻ, ആരംഭത്തിൽ തന്നെ
തന്നെ അവസാനം പ്രസ്താവിച്ച ഒരു വലിയവനായ ദൈവം. എങ്കിൽ ഇന്ന് നിങ്ങളും ഞാനും ചിന്തിക്കുന്നത് എങ്ങനെ ആയിരിക്കുമെന്നറിയാമോ? അല്ലെങ്കിൽ പല കുടുംബജീവിതങ്ങളിലും ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ അവരുടെ വർഷങ്ങളായ കണ്ണുനീരിൽ അവർ ദൈവത്തോട് പറയാം, ഞങ്ങളുടെ ഈ വിഷയം അങ്ങ് അറിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സത്യവേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ദൈവം മാറ്റമില്ലാത്തവനായി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നു. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വിളിച്ചു പറയുകയാണ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം പറയുന്നു, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം ദൈവത്തെ പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്, ദൈവത്തെ നമ്മുടെ വിഷയങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ല നിൻ്റെ മത്തായിയുടെ സുവിശേഷം പറയുന്നു, നിൻ്റെ തലയിൽ ഒരു മുടി താഴെ വീഴണമെങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായും സ്വർഗ്ഗം അറിഞ്ഞിരിക്കണം. അത് എങ്കിൽ എത്ര പ്രാഗൽഭ്യമാണ് പ്രിയരെ. ഹല്ലേലൂയ. അമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞ ആ വലിയവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. എങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വ്യക്തമായി കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു കവനൻ്റ് റിലേഷൻഷിപ്പാണ്, ഒരു ഉടമ്പടിയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ വിവാഹങ്ങൾ കണ്ടവർക്കറിയാം. അല്ലെങ്കിൽ ഇരുകരങ്ങളും ചോർത്ത് പിടിച്ച് മുപ്പിരിച്ചരയുടെ വേഗത്തിൽ അറ്റുപോകത്തില്ലെന്ന് പറഞ്ഞ മൂന്നാമനായി ക്രിസ്തുവിനെ അതിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തുന്ന അനുഭവമാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഉടമ്പടി അത് പുതിയ നിയമത്തിൽ ക്രിസ്തു നമ്മളുമായി അവൻ്റെ രക്തത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ അവസാനത്തുള്ളി രക്തവും തന്നു നമ്മെ പുതിയ നിയമത്തിൻ്റെ മക്കളാക്കി തീർത്തു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് മക്കളെന്ന പദവി തന്നു. അല്ലെങ്കിൽ ഞാനിത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്കിൽ ഉടമ്പടി നിലനിൽക്കുന്നത് എപ്പോഴും ഉടമ്പടിയുടെ ബന്ധത്തെ ഓർക്കുമ്പോഴാണ്. വിവാഹ ജീവിതം അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വർഷങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യ സ്നേഹത്തിലേക്കൊന്ന് വരാൻ കഴിയുമെങ്കിൽ, ഉടമ്പടി ഓർക്കുമെങ്കിൽ, ഹല്ലേലൂയ, രണ്ട് കുടുംബങ്ങളിൽ നിന്ന് രണ്ട് ദേശത്തിൽ നിന്ന് ദൈവം ഒരുമിച്ച് ചേർത്തു. അത് വേർതിരിയാനല്ല, അത് വഴക്കുണ്ടാക്കാനല്ല, അത് പ്രശ്നമുണ്ടാക്കാനല്ല. അല്ലെങ്കിൽ ആദമിനെയും ഹൗവായെയും ചേർത്തിട്ട് ഇനി നിങ്ങൾ രണ്ടല്ല ഒന്നെന്ന് പറഞ്ഞതുപോലെ ഒരു ശരീരത്തിൻ്റെ അവകാശിയായതുകൊണ്ട് ആദം ഹൗവായെ നോക്കിയിട്ട് പറഞ്ഞു, എന്നിൽ നിന്ന് എടുത്ത എൻ്റെ അസ്ഥിയിൽ നിന്ന് എൻ്റെ അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് എൻ്റെ മാംസവുമായ ഇവളെ നാരി എന്ന് വിളിക്കും. ഹല്ലേലൂയ. അതേപോലെ ഹല്ലേലൂയ, വേർതിരിവില്ലാതെ നിങ്ങൾ നോക്കാമെങ്കിൽ കുടുംബജീവിതത്തിൽ ഏത് പരാജയത്തെയും ജയകരത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് നിങ്ങൾ ഒറ്റ ലക്ഷ്യത്തിലും ഒറ്റ വിഷനിലും നിൽക്കുമെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾക്കത് ജയകരമാക്കാൻ പറ്റും. എന്നാൽ ഞാൻ ഇന്ന് ഉടനീളം കണ്ടുവരുന്നത് ഹല്ലേലൂയ ചില വർഷങ്ങൾ കഴിഞ്ഞ് പ്രശ്നങ്ങളും പ്രതികൂലവും രോഗവും വരുമ്പോൾ നിന്നെ കണ്ടതു തുടങ്ങി പ്രശ്നമാണ്, നീ എൻ്റെ വീട്ടിൽ വന്നതു തുടങ്ങി പ്രശ്നമാണ്, ഹല്ലേലൂയ നിന്നെ കിട്ടിയ അന്നു മുതൽ എൻ്റെ പ്രതികൂലം കൂടുക, ഇങ്ങനെ അനവധി ചോദ്യങ്ങളും ഡൈവേഴ്സിൻ്റെ വക്കിലേക്ക് വരുന്നു, കൗൺസിലിങ്ങിൻ്റെ അനുഭവം. ഹല്ലേലൂയ. വാസ്തവത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഒന്ന് ഉടമ്പടി ഓർത്താൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഹല്ലേലൂയ. അത് തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞോട്ടെ. 127 സങ്കീർത്തനം 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളൊന്ന് നോക്കി, വീട് പണിയുക എന്ന് പറയുമ്പോൾ ഇവിടെ ഞാനും നിങ്ങളും ചിന്തിച്ചിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം, കുറേ കട്ടയും മെറ്റിലും സിമെൻറ്റും ഒക്കെ ഇട്ട് വീട് പണിയുന്നു. അതല്ല. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൻ്റെ പണി എന്ന് പറയുന്നത്, ആ സ്നേഹബന്ധം ഹല്ലേലൂയ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഹല്ലേലൂയ ഓരോ ദിവസവും യേശു അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നതാണ്. ക്രിസ്തു നിങ്ങളിൽ വളരുമെങ്കിൽ, ക്രിസ്തു നിങ്ങളുടെ നടുവിൽ നിൽക്കുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ നിശ്ചയമായും വിടുവിക്കപ്പെട്ടിരിക്കും. എങ്കിൽ ഹല്ലേലൂയ ഈ സമയത്ത് തന്നെ ഒരത്ഭുതകരമായ സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിനുശേഷം അല്പസമയം നമ്മൾ വീണ്ടും ദൈവവചനം ഒന്ന് ചിന്തിച്ചിട്ട് ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എങ്കിൽ കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോനുണ്ട്, ഇളയ മോളിപ്പോൾ സൗദി അറേബ്യയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാണ്. ഞങ്ങൾ സാറിൻ്റെ പ്രാർത്ഥന നാളുകളായിട്ട് ടി വിയിൽ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മോൾക്ക് വിവാഹം കഴിച്ചു. അവൾക്ക് 2 പേരും, ഒരാൾ മെദീനയിലും മോന് റിയാദിലുമായിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കുവാനായിട്ട് യാതൊരു വിധമായിട്ടുള്ള സാധ്യതകളും അവിടെ ഇല്ല. വളരെ സ്ട്രിക്റ്റായിട്ടുള്ള രാജ്യമായതുകൊണ്ട് അത് പ്രയാസമാണ്, അത് നിങ്ങൾക്കറിയാം. ഏതായാലും ഒരുവനായ ദൈവം അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച വിവരങ്ങൾ മോളെ വിളിച്ച് ഞങ്ങൾ പറഞ്ഞു. അതനുസരിച്ച് മോള് പാസ്റ്റർക്ക് മെസ്സേജ് അയച്ചു. അതും പ്രകാരം പാസ്റ്റർ പ്രാർത്ഥിച്ചു. ആ പറഞ്ഞ ആ ഡേറ്റിൽ തന്നെയും മോൾക്ക്
അതിൻ്റെ എല്ലാ വിശേഷതകളും ഉണ്ടാകുവാനായിട്ട് വലിയ ദൈവം സഹായിച്ചു. അതിലുപരിയായിട്ട് അവിടുന്ന് തൻ്റെ മകൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥനയിൽ ആയിരിക്കെ അവിടുന്ന് ആ ജോലി മെദീനയിൽ നിന്ന് ആ ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്ന് അടുത്ത വേറെ പുതിയ വിസ ശരിയായി 30 ദിവസത്തിനകം തന്നെ പോകുവാൻ ഇടയായി. അത് പാസ്റ്റർ പറഞ്ഞതാണ്, അതുപോലെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് ശേഷം ഇവിടെ വന്ന് ഞങ്ങൾ സാക്ഷ്യം പറയുകയും പാസ്റ്റർ കാണുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾ സാക്ഷ്യം പറയുമ്പം ഞങ്ങൾ പോലും വിചാരിക്കാതെ പാസ്റ്റർ പറഞ്ഞ് ഉടനെ നിനക്ക് ദൈവം ഒരു തലമുറ തരുന്നു. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൗരി കർത്താവ് എന്നോട് ഒരു വാഗ്ദത്തം നിന്നോട് പറയുന്നു. ഹല്ലേലൂയ, ഈ വരുന്ന ഹല്ലേലൂയ 9-ാം മാസം നിനക്ക് വേണ്ടി ഒരു വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ, നീ വീണ്ടും ഹല്ലേലൂയ നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുന്നു, നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളരുന്നു എന്ന് പരിശുദ്ധാത്മാവ്. ഈ സൗരിക്ക് തലമുറയുണ്ടോ? സ്വതന്ത്രം കരകൾ ഉയർത്ത. 9-ാം മാസം ഇവൾക്ക് വേണ്ടി ദൈവത്തിന്റെ വഴി വരികയാണ്. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ വിശേഷം ഉണ്ടെന്നുള്ളത് അവൾ വിളിച്ചു പറഞ്ഞ് അവൾ ജനുവരിയിൽ എനിക്കും മോടെ അടുത്തേട്ട് പോകാനൊരവസരം. പാസ്റ്റർ ഞങ്ങൾ ആ പ്രാർത്ഥന വിഷയം പാസ്റ്ററോട് പറഞ്ഞതേ അല്ല. ഇവിടെ വന്നപ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഉടനെ അവൾക്ക് തലമുറ ദൈവം തരുന്നെന്ന് പറഞ്ഞു. ആ പോയ മാസം കൂട്ടി അവൾക്ക് ദൈവം അവളെ അനുഗ്രഹിച്ചു. ജനുവരിയിൽ എനിക്കും പോകാൻ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി എല്ലാവരും കരം നീട്ടിയാട്ടെ. പ്രിയരെ, 127-ാം സങ്കീർത്തനം നമ്മൾ വീണ്ടും ചിന്തിച്ച് നോക്കിയാൽ ഹല്ലേലൂയ അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ പട്ടണം കാക്കുന്നവർ വൃഥാ ജാഗരിക്കുകയാണ്. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതികാലത്തെ എഴുന്നേൽക്കുന്നതും താമസിച്ച് കിടക്കുവാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അപ്പോൾ ബൈബിളിൻ്റെ ആ ഒരു തിയറി നമുക്ക് മനസ്സിലായാൽ, അല്ലെങ്കിൽ ബൈബിളിൽ വചനം നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങിയാൽ, ലോകത്തിൻ്റെ കാഴ്ചപ്പാട് മുഴുവൻ ഒത്തിരി അധ്വാനിക്കണം, ഒത്തിരി. അതുകൊണ്ട് പലരും ഇങ്ങനെ ആയിരിക്കാം, ഹസ്ബൻഡുമാർ ഇച്ചിരി മടിയന്മാരല്ലെങ്കിൽ അലസ്യം കാണിക്കുമ്പോഴേ കുടുംബത്തിൽ വഴക്ക് തുടങ്ങും. അങ്ങനെയല്ല പ്രിയരെ. ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ സദൃശ്യവാക്യക്കാരൻ 10:22 ഇങ്ങനെ പറയുന്നത്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാന ഫലത്താൽ അതിനോടൊന്നും കൂടിച്ചേരുന്നില്ല. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടല്ല ബൈബിൾ വിളിച്ചു കാണിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടും നിങ്ങൾ സമാധാനത്തോടും കൂടിയാണെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ കൊടുക്കുന്ന പൈസ മതി നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കാനായിട്ട്. പലരും ഇന്ന് വഴക്കും പ്രതികൂലവും പ്രശ്നവും, ഹല്ലേലൂയ, ഒത്തിരി പ്രഷർ കൂടുന്ന, ഷുഗർ കൂടുന്ന, ടെൻഷൻ വരുന്ന ഒത്തിരി സംസാരവും വഴക്കും ഒക്കെ നടക്കുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ പൈസ ആശുപത്രിയിൽ പോവുകയാണ്. ഒരു തലവേദനയിൽ തീരുന്നതാണ് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ. പക്ഷേ ഹല്ലേലൂയ, ലോകം തരാത്ത സമാധാനം തരുന്ന, ലോകം തരാത്ത സന്തോഷം തരുന്ന ഹല്ലേലൂയ ഒരു വലിയ ദൈവം നമുക്കുണ്ടെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹല്ലേലൂയ, യോഹന്നാൻ്റെ സുവിശേഷം 16:33 പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എങ്കിലും ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം അവിടെ കൊണ്ടുവച്ചിരിക്കുക, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ അധ്വാനത്തിലോ രാവിലെ എണീക്കുന്നതോ താമസിച്ച് കിടക്കുന്നതോ ഒത്തിരി പ്രയത്നിക്കുന്നതോ ഒന്നുമല്ല. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് വരാൻ പോകുന്നു, സമാധാനം വരാൻ പോകുന്നു, നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. ഇന്ന് നിങ്ങൾ തകർന്നായിരിക്കാം, വർഷങ്ങൾ ഇനി ഒരു വഴിയില്ലാത്ത പോലെ ആയിരിക്കാം, തലമുറയ്ക്ക് ഗതിയില്ലാത്ത അനുഭവത്തിലായിരിക്കാം. ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കഥ കൊണ്ടുവരാൻ പോകുന്നു. എങ്കിൽ ഈ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കടന്നു വന്നാട്ടെ. നന്ദി പറയുന്നു. ഈ ദോഷിയായ എന്നെയും എൻ്റെ കർത്താവ് തേടി വന്നതിനായി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. 2017 മെയ് മാസം 10-ാം തീയതി പാസ്റ്ററിൻ്റെ TV പ്രോഗ്രാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ. 2017. അപ്പം പിന്നെ ഈ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി, എൻ്റെ മകൾക്കൊരു വീടില്ല, വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ മോളിവിടെ ഇല്ല, ഇസ്രായേലില്ല. അപ്പം ഞാൻ ആ സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കിതൊരു സ്പോൺസർ ചെയ്യണം ഈ ഒരു പ്രോഗ്രാം. ഞാൻ ഉടനെ എൻ്റെ മകളെ വിളിച്ചായിരുന്നു, മോളെ ഇങ്ങനെ ഞാൻ TV പ്രോഗ്രാം കണ്ടായിരുന്നു,
ഒരു സ്പോൺസർ ചെയ്താൽ നിനക്ക് കർത്താവ് വീട് തരും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. മകളോട് പറഞ്ഞു വീട് കിട്ടുമെന്ന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മച്ചി എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കാനായിട്ട്. ഞാൻ ഉടനെ അതിൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞാൻ ആ ടി വിയിലെ നമ്പർ കണ്ട് ഈ സഭയിലുള്ളൊരു ബ്രദറിനെ വിളിച്ച കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കോട്ടയത്തുള്ള ദേവദാസിനെ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു പാസ്റ്റർ നേരിട്ട് പിന്നെ വിളിക്കാം, വാട്സപ്പിൽ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് എനിക്ക് പാസ്റ്ററിനെ കിട്ടിയില്ല. അപ്പം ഞാൻ ഈ ബ്രദറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എനിക്ക് സ്പോൺസർ ചെയ്യണം. അപ്പോൾ പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസം അതുകൂടാതെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 13-ാം തീയതി. മോടെ പേര് ജൂലിയറ്റ് എന്ന, ഭർത്താവിൻ്റെ ഒരു വിനോദ്. അപ്പോൾ പാസ്റ്റർ അന്നത്തെ 13-ാം തീയതി പ്രാർത്ഥനയിൽ ടി വി പ്രോഗ്രാമിൽ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, വീടിൻ്റെ ആവശ്യത്തിനായി പ്രാർത്ഥിച്ച്, മെയ് മാസത്തിൽ തന്നെ എൻ്റെ മകൾക്ക് 40 ലക്ഷം രൂപയുടെ വീട് വാങ്ങിക്കാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾ കേട്ടില്ലെന്നാ തോന്നുന്നു. ഒന്നുകൂടെ ഇതൊരു സാധാരണ സാക്ഷ്യമല്ല. ഹല്ലേലൂയ. സുവിശേഷത്തിന് വേണ്ടി ഈ മകൾ വിതയ്ക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഹല്ലേലൂയ 1 അല്ല 2 അല്ല 3 അല്ല, അതിന് എത്ര മടങ്ങുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ 40 ലക്ഷം രൂപയുടെ വീട് സ്വന്തം പേരിൽ എഴുതിക്കുവാൻ കർത്താവ് സാധാരണ കർത്താവല്ല. നീ വിളിക്കുന്ന ദൈവം വലിയവനാണെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങൾ ഒന്നുകൂടെ ശക്തിയോടെ തട്ടി. സിസ്റ്റർ, ഈ ഭാഗമാണ് പ്രശ്നം. ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴും ഉണ്ടെന്നാ പറയുന്നത്. ക്യാൻസർ എന്നാ പറഞ്ഞേ. ഈ സൗകര്യം അറിയാവുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരാ? ചേച്ചിയുടെ മോളാ. ഈ അടുത്ത ചെക്കപ്പ് റിസൾട്ടുമായിട്ട് നിങ്ങൾ ഇവിടെ വരുമെന്നാ. എൻ്റെ അപ്പൻ വാക്കുമാറാത്തവനാ. സൗരി, ഈ ബുധനാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നോർമലൊന്ന് അടിച്ചു വരുന്ന ഒന്ന് നിങ്ങളുടെ മേളിൽ വരാൻ പോകുകയാണ്. വെറും വാക്ക് പറഞ്ഞു പോകുന്നവരല്ല. എൻ്റെ മേളിൽ കർത്താവ് പകർന്നിരിക്കുന്ന കൃപാവരമാ സൗഖ്യമെന്നുള്ളത്. സിസ്റ്റർ, എന്തുമായിട്ടാണ് ഇവിടെ വന്നേ? ക്യാൻസറുമായിട്ടാണ് വന്നേ. ഇതിനകത്ത് ഇന്നും ചിലതുമായിട്ട് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. തിരിച്ചു പോകുമ്പോൾ അത് കാണത്തില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിന് നന്ദി പറയണം. ഈ മകള് ക്യാൻസറുമായിട്ടാണ് വന്നത്. എന്തോ ക്യാൻസറായി? തൈറോയിഡിന്റെ ക്യാൻസർ ആയിരുന്നു. മെഡിക്കൽ സയൻസ് ഉറപ്പ് വരുത്തിയതാ? മുഴയുണ്ടായിരുന്നു. ആ ആഴ്ച ഈ മകൾക്ക് വേണ്ടി വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ആ ആഴ്ച ഇതേപോലെ ആയിരുന്നു. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇതിനകത്ത് കയറി നിൽക്കുകയായിരുന്നു. ഒന്നെനിക്കറിയാം, എവിടെങ്കിലും ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ അവിടെ വന്നവർ വെറുതെ പോകത്തില്ല. ഈ മകള് ഡോക്ടർ ഉറപ്പിച്ച് മുഴയായിട്ടാ വന്നേ. പക്ഷെ ആ ഞായറാഴ്ച വൈകിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിച്ചിട്ട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞായിരുന്നു, ഉറപ്പായി പോയി ചെക്ക് ചെയ്യണമെന്നല്ലേ? ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെന്ന് ചെക്ക് ചെയ്തു. ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ അസുഖം ഇല്ലെന്ന് പറയടേ. അങ്ങനെ ഒരു അസുഖം ഈ മകൾക്ക് ഇല്ലെന്നാ പറഞ്ഞത്. ഓ ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സിസ്റ്റർ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഒരു ക്യാൻസറുമായിട്ടാണ് ഇവിടെ വന്നേ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അത് ഇവിടെ ഉപേക്ഷിച്ചു. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഞാൻ വന്നത് ഇവിടെ ഉപേക്ഷിച്ചിട്ടേ പോകത്തോളം? പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ചേർന്ന് എത്ര പേർ ഈ സമയത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. നമ്മുടെ യേശുവിനെ ഒന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ നമ്മളെ കരുതുന്ന വിധങ്ങളൊന്ന് ഓർത്താൽ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ കൂടുതൽ കൊണ്ടല്ല, നമുക്ക് വേണ്ടി ആ ക്രൂശിൽ ആഴമായി മുറിവുകളേറ്റ് വലിയ നിലകളിൽ പിടയുമ്പോൾ അവൻ എൻ്റെയും നിങ്ങളുടെയും രക്ഷ കണ്ടു. സ്വന്തം ശരീരത്തെ തകർത്തുകൊണ്ടാണ് അവൻ നമ്മെ രക്ഷിച്ചത്, വീണ്ടെടുത്തത്. എങ്കിൽ ഒരു വാക്യം ചോർന്ന് പറയാം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും തരാതിരിക്കുമോ? വിശ്വസിക്കാമോ? ആ കാൽവരിയിൽ പിടയുന്ന ആ പിടച്ചിലിൽ ആ ഒഴുകിയിറങ്ങുന്ന അവസാനത്തുള്ള രക്തവും
എൻ്റെയും നിങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വിലയാണ്. ഹല്ലേലൂയ. ഏറ്റവും വിലയുള്ള രക്തത്തിലാണ് എന്നെ നിങ്ങളെ വീണ്ടെടുത്തത് എങ്കിൽ ഇപ്പോൾ മിനിറ്റുകൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രക്തത്തുള്ളികൾ നിങ്ങളെ വീണ്ടെടുത്തെന്ന് ഉറപ്പുവരുത്തും. അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങളുടെ മുകളിലേക്ക് വെളിപ്പെടും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റിൽ തന്നെ നാളുകളായി തലമുറയില്ലാത്തവർ എന്നെ കേൾക്കുന്നു. മിനി എന്നൊരു പേരെന്നെ എഴുതി കാണിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ഇപ്പോൾ ചെയ്യുകയാണ്. കർത്താവേ, ഞാൻ അതേപോലെ തന്നെ അൻസുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവിക വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ അതേപോലെ പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മഹത്വം അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി. ഷൈനിക്കും ഷെർലിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതേപോലെ മഞ്ജു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ മഹത്വം അങ്ങ് വെളിപ്പെടുത്തണമേ. അപ്പം ഇവർ നാളുകളായി കരയുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് ജീവനുള്ള ദൈവമാകിയാൽ അങ്ങയുടെ അത്ഭുതകരം ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക രോഗികളെ തൊടുകയാണ്. ഞാനിങ്ങനെയാണ് കാണുന്നത്. ആണിപ്പാടുള്ള കരം ഓരോ മക്കളുടെയും മുകളിൽ വന്ന് തൊടുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാക്കുകയാണ്. ആസ്മ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ക്യാൻസറുകളും ട്യൂമറുകളും ഇപ്പോൾ അപ്രത്യക്ഷമാക്കുകയാണ്. രോഗക്കിടക്കയിൽ നാളുകളായി കിടക്കുന്ന രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബ്രദറിനെ കേൾക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാക്കുകയാണ്. സൂസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ നിങ്ങളുടെ ദൈവത്തിൽ ദൈവം അയച്ചു. രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം ഭവനത്തിൻ്റെ വഴി തുറക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇന്ന് ഒരത്ഭുതം ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഞാൻ ഹല്ലേലൂയ അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവരുടെ മേളിൽ വെളിപ്പെട്ട് വരണം. പരിശുദ്ധാത്മാവേ, ഒരത്ഭുതം ബിനുവിന് വേണ്ടി ചെയ്യണമേ. ഒരു ജോലിയുടെ മാർഗം സ്വർഗത്തിലെ ദൈവം തുറന്നു കൊടുക്കുന്നതിനായി നന്ദി. പരിശുദ്ധാത്മാവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ തന്നെ വലിയ നന്മകൾ കൊണ്ട് ഇവരെ അങ്ങ് മൂടുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്തതിനായി നന്ദി. അപ്പോൾ ഇന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഒരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ലതാരമ സന്ധേരിയ അത്ഭുത വിടുതകൾ. പ്രിയരെ, വസ്തു സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന 2 സഹോദരന്മാർ എന്നെ കേൾക്കുന്നു. അവർക്കും കൂടെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അല്ലെങ്കിൽ കുടുംബങ്ങളൊന്നാകാതെ വഴക്കിലും പ്രശ്നങ്ങളിൽ നിൽക്കുന്നവർ, സഹോദരിമാർ കരയുന്നവരെന്നെ കേൾക്കുന്നു. കർത്താവേ, മദ്യപാനത്തിൻ്റെ ശക്തികൾ ഈ വീട്ടിൽ നിന്ന് മാറിപ്പോകട്ടെ. തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെന്നെ കേൾക്കുന്നു. ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവർക്കൊരു ആൻസർ അങ്ങ് അയച്ചിരിക്കുന്നതിനായി നന്ദി. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. പ്രദീപിന് വേണ്ടി വഴി തുറന്നിരിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിച്ചാട്ടെ. 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. IMO ഉണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ നേരിട്ട് ഈ ദിവസങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ട്. ഏത് നമ്പറിൽ എന്നെ വിളിച്ചാൽ കിട്ടുമെന്ന് അതിനകത്ത് പ്രത്യേകമായി നിങ്ങൾ എന്നെ വിളിക്കുവാൻ നോക്കണം. 65 തുടങ്ങുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ചാൽ ലഭ്യമാണ്. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മീറ്റിങ്ങിൻ്റെ തടസ്സം മൂലം എടുക്കാൻ പറ്റാത്തതാണ്. ഞാൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് വാട്സാപ്പിൽ പ്രതികരിച്ചാട്ടെ. ഞാൻ തിരിച്ച് നിങ്ങൾക്ക് വേണ്ടി റിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ മിസ്സാകുന്നുവെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഇവിടെ എഴുതി കാണിക്കുന്നു. വളരെ അനുഗ്രഹമായ ലൈവ് മെസ്സേജുകളും ഒരു കൂട്ടം സാക്ഷ്യങ്ങളും അതേപോലെ തന്നെ ഈ എപ്പിസോഡുകളും അപ്ലോഡായിരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. മറ്റുള്ളവരെയും കൂടി ഓർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. കാരണം എല്ലാ ദിവസവും അപ്ഡേഷനുകളുണ്ട്. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിശ്വാസത്തെ വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ ദിവസങ്ങളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. അവിടെ എല്ലാം കടന്നു വന്ന് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ഉള്ളവരെ അറിയിച്ചാട്ടെ. അതേപോലെ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെയും ഈ എപ്പിസോഡിന് ഒരു പ്രാവശ്യമെങ്കിലും സഹായിച്ചിട്ടില്ലെങ്കിൽ, കാരണം 10 തവണ മുടങ്ങാതെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തവരുണ്ട്. അല്ലെങ്കിൽ അതേപോലെ എല്ലാ മാസവും ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതിനകത്തൊരു ഭാഗവത്താകാം പ്രിയരെ. കാരണം ഒരു ദിവസത്തെ എപ്പിസോഡിൽ തുടങ്ങിയെന്ന് 6.5 വർഷത്തിന് മുമ്പ് ഒരു ദിവസത്തെ എപ്പിസോഡുമായി തുടങ്ങിയ ഇന്ന് 8ഓളം TV ചാനലിലേക്ക് ഇത് വരണമെങ്കിൽ ദൈവം
ഇതിനെ വളർത്തുകയും ഇതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. നിങ്ങളും വേഗത്തിൽ വിളിച്ചൊരു സ്പോൺസർഷിപ്പ് ഉറപ്പാക്കിയാട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും നമ്മുടെ ശക്തമേറിയ ആരാധനകൾ നടക്കുന്നു. അതേപോലെ തന്നെ കൊല്ലത്ത് രാവിലെയും വൈകിട്ട് തിരുവനന്തപുരത്തും ആരാധന നടക്കുന്നു. മാസത്തിൽ 2 ആഴ്ച ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാനുണ്ട്. നിങ്ങൾ കടന്നു പറഞ്ഞ് ഓർപ്പിക്കുന്നു. ഇട മീറ്റിങ്ങുകൾ നടക്കുന്നു, സ്പെഷ്യൽ കോൺഫറൻസുകൾ നടക്കുന്നു. അതേപോലെ തന്നെ വേറെ പലയിടങ്ങളിലും നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുന്നു. സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലും മലേഷ്യയിലും ഒക്കെ നമ്മുടെ സ്പെഷ്യൽ ആരാധനകൾ നടക്കുന്നു. നിങ്ങൾ കടന്നു പറഞ്ഞ സിംഗപ്പൂരിലുള്ള പ്രത്യേകം കോൺടാക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിശ്ചയമായി നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്ന അനുസസനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ഈ മകൾക്കൊരു വലിയ വിടുതൽ കൊടുക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നു. അത് നിങ്ങൾ സെർച്ച് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.